കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഷിഗല്ല ആശങ്കയിലാണ് സംസ്ഥാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയോളം ആളുകൾക്കാണ് ഈ വർഷം രോഗം ബാധിച്ചത് എന്നത് ആശങ്കപ്പെടുത്തുന്നു. 126 കേസുകളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് സ്ഥിരീകരിച്ച കുട്ടികളിലും കേസുകൾ കൺഫേമായി. കുട്ടികളെ മരണങ്ങൾ വരെ ഉണ്ടാക്കുന്നുണ്ട്. കോഴിക്കോട് ഷിഗല്ല ബാധിച്ച് 4 വയസ്സുകാരി മരിച്ചു. തലക്കുളത്തൂർ സ്വദേശി ബബീഷിന്റെ മകൾ നിളയാണ് മരിച്ചത്. ഈ ഒരു വിഷയം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ഇത് ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അസുഖമാണ്, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഷിഗല്ലയുടെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ വയറിളക്കം, പനി, വയറുവേദന, അതുപോലെ മലം ഇങ്ങനെ വെള്ളം പോലെ പൊയ്ക്കൊണ്ടിരിക്കും, രക്തം കലർന്നൊക്കെ പോകും. അങ്ങനെയുള്ള വയറിളക്കമാണുള്ളത്. ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ്. അതുപോലെ ചില മരുന്നുകൾ കൊടുക്കാനായിട്ട് പാടില്ല. അത്തരം കാര്യങ്ങളാണ് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കുന്നത്. ചില മരുന്നുകൾ കൊടുത്താൽ ആ ഒരു മരുന്ന് കാരണം മരണം ഉണ്ടാവും. പലർക്കും വയറിളക്കം വന്നു കഴിഞ്ഞാൽ അതൊരു സാധാരണ കാര്യമാണെന്നാണ് ചിന്തിക്കാറുള്ളത്, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ശരിയായില്ല, അല്ലെങ്കിൽ വെള്ളം മാറി, ചെറിയ ഇൻഫെക്ഷനാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ബ്ലഡോട് കൂടിയാണ് വയറിളക്കം ഉണ്ടെങ്കിൽ അത് നമ്മൾ വളരെ കാര്യമായിട്ട് എടുക്കണം. അത് വളരെ ലൈറ്റായിട്ട് എടുക്കരുത്. ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളിലും പ്രായമാരിലും ഇത് ജീവന് വരെ അപകടകരമാകും. ഈ ഷിഗല്ല എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഷിഗല്ലോസിസ് എന്നാണ് ഈ അസുഖത്തിന് ഉണ്ടാകുന്ന പേര്. ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നുണ്ട്. അതായത് ഒരാളിൽ നിന്ന് മറ്റുള്ള ആളിലേക്ക് ഇത് പകരുന്നുണ്ട്. കാരണം വൃത്തിഹീനമായിട്ടുള്ള വെള്ളം കുടിക്കുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ കൈകളിലൊക്കെ ഇത്തരത്തിലുള്ള ബാക്ടീരിയ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പകരാനായിട്ട് പറ്റും. അതായത് ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ കൈ ശുചിത്വം ശരിയായി പാലിക്കാതിരുന്നു കഴിഞ്ഞാലോ, മലിനമായ വെള്ളം കുടിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ മലിനമായ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഈച്ച ഇരുന്ന ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലോ രോഗം പകരാം. ഇപ്പോൾ ഷിഗല്ല എന്നത് ഒരു ബാക്ടീരിയ ഗ്രൂപ്പിൽപ്പെട്ട അണുക്കളാണ്. അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുടലിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഷിഗല്ല പടരുന്നത് പ്രധാനമായിട്ടും ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ്. അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. രോഗിയുടെ മലത്തിലുള്ള ബാക്ടീരിയ ഏതെങ്കിലും രീതിയിൽ മറ്റൊരാളുടെ വായിലൂടെ ശരീരത്തിനുള്ളിലേക്ക് പോകുമ്പോൾ രോഗം വരുന്നു. ഇത് കേൾക്കുമ്പോൾ മോശമായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ പബ്ലിക് ഹെൽത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഇതാണ്. ടോയ്ലറ്റിൽ പോയ ശേഷം കൈകൾ നന്നായി കഴുകാത്തത്, അല്ലെങ്കിൽ കുട്ടികളുടെ ഡയപ്പർ മാറ്റിയതിന് ശേഷം കൈകൾ നമ്മൾ നല്ലോണം കഴുകുന്നില്ല, അല്ലെങ്കിൽ പാചകത്തിന് മലിനമായ വെള്ളം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കിണർ വെള്ളം കണ്ടാമിനേറ്റഡ് ആവുന്നതും, ഹോട്ടലുകളിലും സ്കൂളുകളിലും ഹോസ്റ്റലുകളിലും ഫുഡ് ശുചിത്വമില്ലാതെ കൈകാര്യം ചെയ്യുന്ന എല്ലാം ഷിഗല്ല ഉണ്ടാക്കിയാണ്. ഈ രീതി തന്നെയാണ് അത് വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ വേനൽക്കാലത്തും മഴക്കാലത്തും തുടക്കത്തിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള ജലജന്യ രോഗങ്ങൾ വളരെ കോമൺ ആണ്. വെള്ളത്തിൻ്റെ ലഭ്യത കുറയുന്ന സമയത്തും, അതുപോലെ വെള്ളം മറ്റ് വെള്ളവുമായിട്ട് മിക്സ് ആവുന്ന സമയത്ത്, മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ഈ ഡ്രെയിനേജ് ഓവർഫ്ലോ ഒക്കെ ഉണ്ടാവുമല്ലോ, സെപ്റ്റിക് ടാങ്ക് ലീക്കേജ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇത് കോമൺ ആയിട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ കണ്ടാമിനേഷൻ കാരണമാണ് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ മലിനജലം പ്രവേശിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പഴയ കിണറുകൾ, സെപ്റ്റിക് ടാങ്കിനടുത്തുള്ള കിണറുകൾ, ശരിയായ അടപ്പില്ലാത്ത കിണറുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഷിഗല്ല വന്നാൽ എന്താണ് ആദ്യ ലക്ഷണം എന്ന് കഴിഞ്ഞാൽ, സാധാരണയായിട്ട് ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം 1 ദിവസം മുതൽ 3 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ തുടങ്ങും. ചിലപ്പോൾ കുറച്ച് കൂടുതൽ ദിവസം എടുക്കാം, 5 ദിവസം വരെ എടുക്കാം. ആദ്യം വയറുവേദന വരും, ലൂസ് മോഷൻ വരും, പനി, ക്ഷീണം ഒക്കെയാണ് വരുന്നത്. മലത്തിനോടൊപ്പം കഫം, അതുപോലെ തന്നെ ബ്ലഡ് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ പോകണം. ഓക്കെ. ടെനസ്മസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകും. അതായത് മലം പോയതിന് ശേഷവും വീണ്ടും മലം പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാകും. ഒരാൾ ടോയ്ലറ്റിൽ പോയതിന് ഒരു ആശ്വാസമില്ലാത്തൊരു ഫീലിംഗ്, അതും വളരെ കോമൺ ആയിട്ട് അത് കാണും. അപ്പോൾ വയറിളക്കത്തിൽ ഷിഗല്ല നമ്മൾ തിരിച്ചറിയണം മറ്റ് അസുഖങ്ങളുമായിട്ട്. ഞാൻ പറഞ്ഞ പോലെ ബ്ലഡ് കാണുന്നുണ്ട്, ഇതുപോലെ കഫം കാണുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കാര്യമായിട്ട് എടുക്കണം. പെട്ടെന്ന് നിർജ്ജലീകരണത്തിലോട്ട് പോകും. ഇപ്പോൾ കുട്ടികൾ കളിക്കാതെ കിടക്കുന്നു, പാലോ വെള്ളവും കുടിക്കുന്നില്ല, കരയുമ്പോൾ കണ്ണുനീര് വരുന്നില്ല, മൂത്രം കുറയുന്നു, കൈകാല് തണുത്തിരിക്കുന്നു, വരണ്ടിരിക്കുന്നു, കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, ഇതെല്ലാം ഡീഹൈഡ്രേഷൻ്റെ വാർണിംഗ് സൈൻസ് ആണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നോക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള ഒരു മുതിർന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ഡയബറ്റീസ് പേഷ്യൻ്റാണ്, ക്യാൻസർ പോലുള്ള അസുഖമുള്ളവരാണ്, അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻറ്റ് പ്രതിരോധശക്തി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പോകണം. ഓക്കെ. ORS ആണ് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ സോഡിയം, പൊട്ടാസ്യവും ക്ലോറൈഡും ഒക്കെ നമ്മുടെ ലവണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെറുതെ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. ORS ലായനി കുടിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുള്ളൂ. ചെറിയ അളവ് കൊടുത്താലും മതി, ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ട് പറയാം. ഒരുമിച്ച് കൊടുത്താൽ ചിലപ്പം ഛർദ്ദിക്കും. 1 സ്പൂണ് 2 സ്പൂണ് എന്നുള്ള രീതിയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കുട്ടിക്ക് കൊടുക്കുക.
ഛർദി ഉണ്ടെങ്കിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ORS പാക്കറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാര്യം ഒരിക്കലും തെറ്റിക്കരുത്. പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള വെള്ളത്തിൽ തന്നെ അത് കലക്കണം. സാധാരണ ഒരു ORS സാഷെ 1 ലിറ്റർ ശുദ്ധമായ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കാനായിരിക്കും. കുറവ് വെള്ളത്തിൽ കലർത്തിയാൽ ആ ലവണത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടും, അത് ശരീരത്തിന് ദോഷം ചെയ്യും. കൂടുതൽ വെള്ളത്തിൽ കലർത്തിയാൽ അതിൻ്റെ ഗുണവും കുറയും. അതുകൊണ്ട് ORS ശരിയായ അളവിൽ തന്നെ ഉണ്ടാക്കണം. വീട്ടിൽ ORS ഇല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാം, കഞ്ഞിവെള്ളം കൊടുക്കാം, ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കാം, കരിക്കും വെള്ളം കൊടുക്കാം. ഇതെല്ലാം സഹായകമാണ്. പക്ഷേ സിവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് നമ്മുടെ IV വഴി, ഇൻട്രാവീനസ് വഴി, വെയിൻ വഴി നമ്മൾ ഫ്ലൂയിഡ് എടുക്കണം. ഓക്കെ. ഇപ്പോൾ വയറിളക്കം വന്നാലുടനെ മെഡിക്കൽ ഷോപ്പിൽ പോയി ലൂസ് മോഷൻ നിർത്താനുള്ള ടാബ്ലറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ലോപ്പറാമൈഡ് പോലുള്ള മരുന്നുകൾ എടുത്ത് തരും. ഒരു കാരണവശാലും കഴിക്കരുത്. കാരണം രക്തമുള്ള വയറിളക്കമാണെങ്കിൽ ആ അണുക്കൾ പുറത്തോട്ട് പോകുന്നില്ല. നിങ്ങൾ ആ ലോപ്പറാമൈഡ് കഴിക്കുമ്പം വയറിലോട്ടുള്ള മൂവ്മെൻറ്റ് അങ്ങ് സ്റ്റോപ്പ് ആവും. ആ ടോക്സിൻ കുടലിൻ്റെ അകത്ത് കിടന്ന് അത് പെരുകും. പിന്നെ അത് ശരീരം മൊത്തം സ്പ്രെഡാവും, മരണം വരെ സംഭവിക്കും. അപ്പോൾ ഒരു കാരണവശാലും ആൻറ്റി ഡയറിയൽ ടാബ്ലറ്റ്സ് ഇതുപോലുള്ള അവസരങ്ങളിൽ വാങ്ങിച്ച് കഴിക്കരുത്. അതുപോലെ വെറുതെ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യവുമില്ല. കാരണം സിവിയർ ഇൻഫെക്ഷനാണ്, ഹൈ റിസ്ക് പേഷ്യൻ്റ് ആണ്, ഷിഗല്ലയാണെന്ന് ഉറപ്പാണ്, സിംറ്റംസ് കുറേ നേരം നിൽക്കുന്നുണ്ട്, ബ്ലഡി ഡയറി ആണെങ്കിലാണ് സാധാരണഗതിയിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്. അതുപോലെ ഏത് ആൻറ്റിബയോട്ടിക് കൊടുക്കണമെന്നും ഡോക്ടർ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അത് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ വെറുതെ പോയി ആൻറ്റിബയോട്ടിക് വാങ്ങിച്ച് കഴിക്കരുത്. ഈ ആൻറ്റിബയോട്ടിക് തന്നെ പല ഷിഗല്ലയും റെസിസ്റ്റൻ്റ് ആണ്, ഇപ്പോഴത്തെ പല ഷിഗല്ലകളും. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് നോക്കിയിട്ടാണ് ആ ഒരു ഏരിയയിലുള്ള റെസിസ്റ്റൻ്റ് നോക്കിയിട്ടാണ് ആ ഒരു തീരുമാനം എടുക്കുന്നത്. ഷിഗല്ലയാണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. അതായത് ഒരു പ്രദേശത്ത് ഒരേ സമയം പലർക്കും വയറിളക്കം ഉണ്ടാകുന്നുണ്ട്, പനി ഉണ്ടാകുന്നുണ്ട്, ഛർദിലുണ്ടാകുന്നുണ്ട്, സ്കൂള്, ഹോസ്റ്റൽ, റെസ്റ്റോറൻറ്റിലൊക്കെ ക്ലസ്റ്റർ കേസുകൾ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ വയറിലൂടെ ബ്ലഡ് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റൂൾ റൊട്ടീൻ എക്സാമിനേഷനും സ്റ്റൂൾ കൾച്ചറും സ്റ്റൂൾ സെൻസിറ്റിവിറ്റിയാണ് സാധാരണ ചെയ്യുന്ന പരിശോധനകൾ. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരാൻ ലേറ്റ് ആവും. ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഷിഗല്ലയായിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കിച്ചൺ ഇൻസ്പെക്ഷൻ, അതുപോലെ ഹോസ്റ്റലുകളിലെല്ലാം ഇൻസ്പെക്ഷൻ നടത്തണം, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കണം. കാരണം ഒരാൾക്ക് വന്നാൽ അത് വളരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് വരാം. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് വന്നാൽ മറ്റുള്ളവർക്കും വരാം. മറ്റുള്ളവർക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രോഗിക്ക് വേറെ ടവൽ ഉപയോഗിക്കണം. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം ഡിസ്ഇൻഫെക്റ്റൻ്റ് ചെയ്യണം, ഒന്ന് ബ്ലീച്ചിങ് പൗഡർ വെച്ചൊന്ന് കഴുകണം. അതുപോലെ പാത്രങ്ങൾ അവർ സെപ്പറേറ്റ്, ആ അസുഖം മാറുന്നവരെ പ്രത്യേകം പാത്രം കൈകാര്യം ചെയ്യണം. ആ ഒരു വ്യക്തി തൊട്ടിന് ശേഷം നല്ലോണം കൈകൾ സോപ്പിട്ട് ഒരു 20 സെക്കൻഡ് എടുത്ത് കൈ കഴുകണം. കുറച്ച് ദിവസങ്ങൾക്ക് ഹൈജീൻ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വരില്ല. ഇത് എയറിലൂടെ പകരുന്നതല്ല, അവരുടെ ആ ഒരു കയ്യിൽ ആ ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഏറ്റവും വലിയ ടാബ്ലറ്റ് എന്ന് പറയുന്നത് എന്താണ്? ശുചിത്വമാണ്. അതുപോലെ ഏറ്റവും വലിയ മരുന്നെന്ന് പറഞ്ഞാൽ ORS ആണ്. അത് ഓർത്തിരിക്കുക. അല്ലാതെ വേറെ ആൻറ്റിബയോട്ടിക്കുകളോ വേറെ കാര്യമില്ല. മരണം പ്രിവെൻറ്റ് ചെയ്യുന്നത് ORS ആണ്. മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ശുചിത്വമാണ്. അപ്പോൾ കിണർ വെള്ളവും നമ്മൾ ശ്രദ്ധിക്കണം. കിണർ മൂടിയിട്ടുണ്ടോ, സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. കാരണം ഡ്രെയിനേജ് ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ അത് കിണറിലോട്ട് വരാം, അതൊരു പ്രശ്നമാവും. കിണറിൻ്റെ അടപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്ലോറിനേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ക്ലോറിനേഷൻ ചെയ്യുക. കിണർ ക്ലോറിനേറ്റ് ചെയ്താലും ഷിഗല്ല നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു അസുഖം തടയണമെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കുറഞ്ഞത് 20 സെക്കൻഡ് എപ്പോഴും കൈകൾ കഴുകണം. കൈയുടെ പുറം ഭാഗം, വിരൽക്കിടയിൽ, നഖത്തിനിടയിൽ, കൈമുട്ട് വരെ നല്ലോണം ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന നല്ലോണം കഴുകണം. ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പും നല്ലോണം കഴുകണം. ടോയ്ലറ്റിൽ പോയതിന് ശേഷം കൈകൾ കഴുകണം. അതുപോലെ കുട്ടികളുടെ ഡയപ്പർ മാറ്റുന്നതിന് സമയത്തും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈച്ചകൾ വന്നിരിക്കുന്ന ഭക്ഷണം. അപ്പോൾ റോഡ് സൈഡിൽ ചില ജ്യൂസസും അതുപോലെ വേവിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മൾ നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇത് കഴിക്കുമ്പോൾ എന്തു പറ്റും? വളരെ പെട്ടെന്ന് പകരും. ഇപ്പോൾ ചൂടോടുള്ള അപ്പം ഉണ്ടാക്കിയ സാധനങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. വെള്ളം മാത്രമല്ല, ഐസും പ്രശ്നമാണ്. ചൂട് കൂടുന്ന സമയത്ത് ഈ ഐസ് ഇട്ട് തരാനായിട്ട് പറയും. ഈ ഐസിൽ ചിലപ്പം ഹൈജീൻ ഉണ്ടായിരിക്കത്തില്ല, വൃത്തിയില്ലാത്ത ഐസുകളായിരിക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വയറിളക്കം ഉണ്ടാവും. ഇപ്പോൾ സ്കൂളിൽ പല കുട്ടികൾക്കും പനിയും അതുപോലെ ഛർദിലും ഇതുപോലെ ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹെൽത്ത് അതോറിറ്റീസിനെ വിളിക്കണം. ടാങ്ക് ക്ലീൻ ആണോ എന്ന് നോക്കണം, കിച്ചൺ ഹൈജീൻ ആണോ എന്ന് നോക്കണം. അതുപോലെ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് ഷിഗല്ലയാണോ എന്ന് ചെക്ക് ചെയ്യണം. അവർ ഹാൻഡ് ഹൈജീൻ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ഔട്ട് ബ്രേക്ക് ഉണ്ടാവും.
ഇപ്പോൾ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യുന്നൊരു അസുഖമല്ല ഇതൊരു കമ്മ്യൂണിറ്റി തീരുമാനിക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് തീരുമാനിക്കണം. അപ്പം വീട്ടിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, കൈകൾ കുട്ടികൾ കഴുകിയിട്ടാണ് കഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അവരൊരു ശീലമാക്കി എടുക്കുക. ഓരോ പ്രാവശ്യവും ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 20 സെക്കൻഡ് എടുത്ത് കൈകൾ കഴുകാനും, ആഹാരത്തിന് മുമ്പും ഇതുപോലെ 20 സെക്കൻഡ് എടുത്ത് കൈകൾ കഴുകാനും അവരൊരു ശീലം ഉണ്ടാക്കുക. കാരണം ആ ഒരൊറ്റ ശീലത്തിലൂടെ തന്നെ ഈ അസുഖം പടരാതിരിക്കാനായിട്ട് നോക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, വയറുവേദന, ഛർദിൽ, പനി, അതിനോടൊപ്പം മലത്തിലൂടെ കഫവും അതുപോലെ ബ്ലഡും പോകുന്നുണ്ട്, വയറുവേദനയും മരുന്നുണ്ടെങ്കിൽ അത് ഷിഗല്ല ആവാൻ സാധ്യതയുണ്ട്. ഉടനെ ഡോക്ടറിനെ കാണിക്കുക. മുതിർന്നവരും അതുപോലെ വളരെ ചെറുപ്പം കുറഞ്ഞ ആളുകളും കാര്യമായിട്ട് എടുക്കേണ്ട ഒരു ഇൻഫെക്ഷനാണ് ഷിഗല്ല. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും അതുപോലെ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള കിഡ്നി പ്രോബ്ലം ഉള്ള ആളുകൾക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. കാരണം ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ ഈ മലത്തിലൂടെ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ സോഡിയം പൊട്ടാസ്യം തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ഒരു സമയത്ത് ഔട്ട് ബ്രേക്ക് ഉള്ളതുകൊണ്ട് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മാക്സിമം ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഷിഗല്ല പോലുള്ള ഒരു ബാക്ടീരിയൽ ഡിസെൻട്രി തെറ്റായ രീതിയിൽ മാനേജ് ചെയ്താൽ വളരെ പെട്ടെന്ന് നമുക്ക് സമൂഹത്തിൽ ഇത് പടരാം. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.